ലക്ഷ്മി മാം നമസ്കാരം. നമസ്കാരം. നമ്മുടെ MMലേക്ക് സ്വാഗതം. ഒരുപാട് പേർ ഒരുപാട് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടി ഭാഗമാകാൻ വന്നതിൽ സന്തോഷം. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം, ഒരു അഴിമതിരഹിതനായ ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു എന്നുള്ളതാണ്. മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. തുടക്കം മുതൽ PP ദിവ്യയുടെ പേരിനൊപ്പം കേട്ട ഒരു പേരാണ് കണ്ണൂർ കളക്ടർ അരുൺ K. വിജയൻ എന്ന പേര്. പക്ഷെ പിന്നീട് PP ദിവ്യയുടെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ അരുൺ K. വിജയൻ കോടതിയിൽ ഒരു മൊഴി പറയുന്നു. അതായത് നവീൻ ബാബു തൻ്റെ റൂമിൽ യാത്രയപ്പ് ചടങ്ങിന് ശേഷം റൂമിൽ വന്ന് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് അരുൺ K. വിജയൻ്റെ പേര് നമ്മൾ ഒരിടത്തും കേട്ടിട്ടില്ല. ഈ ദിവ്യയെ ബലിയാടാക്കാനായി ഒരു ശ്രമങ്ങൾ എവിടെയെങ്കിലും, അതായത് ദിവ്യ വളരാൻ പാടില്ല പാർട്ടിയിൽ, ഇനി ഇതിലും മേലെ ദിവ്യ വളരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ബലിയാടാക്കിയതായി അങ്ങനെ തോന്നുന്നുണ്ടോ? ധന്യ, PP ദിവ്യ ആ യാത്രയപ്പ് ചടങ്ങിൽ, നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ ചെയ്ത ആ ഒരു എന്താ പറയുന്നത്, വിളിക്കാത്തെടുത്ത് കയറി വന്ന് ആ വഴി പോയപ്പോൾ, ആ സമയത്തെ ട്രോളുകളൊക്കെ അറിയാമല്ലോ. അതെ അതെ, ഞാൻ ഇത് വഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണ്. ആ ഒരു വന്ന കയറ്റം അത് അദ്ദേഹത്തിന് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് വരെ കൊണ്ട് ചെന്നെത്തിച്ച ആ ഒരു സംസാരം, പല ആരോപണങ്ങൾ, അതിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ അവർ പറയുന്നു അവരെ CPM അവരെ കറിവേപ്പില പോലെയാണ് ഉപയോഗിച്ചത്. പഴയ SFIയുടെ തീപ്പൊരി നേതാവ് സംസ്ഥാന പ്രസിഡന്റ് സിന്ധു ജോയി ഓർമ്മയുണ്ടോ ധന്യ? സിന്ധു ജോയി ഇതുപോലെ തന്നെയാണ് CPM വിടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഒരു സമയത്ത് 2011 ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ നമുക്കറിയാമല്ലേ, ഈ ശബരിമല സമയത്ത് വനിതാ മതിലൊക്കെ കിട്ടിയ പാർട്ടിയാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആ ഒരു പാർട്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ഒരു പാർട്ടിയിലും ഇല്ല. അല്ലെങ്കിൽ വേറൊരു, പ്രത്യേകിച്ചും ഹിന്ദു സമുദായം അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണെന്നൊക്കെ പറഞ്ഞു വരുന്ന പാർട്ടിയാണ് CPM, എസ്പെഷ്യലി CPM. അവിടെ എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരത്തിൽ അല്ലേ, അവരിൽ വളർന്നു വരുന്ന, നേരത്തെ ധന്യ പറഞ്ഞ പോലെ വളർന്നു വരുന്ന, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു ഘട്ടം വരെയൊക്കെ, ഒരു തലപ്പത്ത് വരെയൊക്കെ എത്തിയ പല സംഘടനകളുടെയും അല്ലെങ്കിൽ എത്തിയവർ എന്തുകൊണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ പാർട്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ അരുൺ K. വിജയൻ്റെ വിഷയം, അതും നേരത്തെ പറഞ്ഞതുപോലെ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ അരുൺ K. വിജയൻ ഇരുന്ന, കണ്ണൂർ കളക്ടർ ഇരുന്ന ആ ഒരു ഇരിപ്പ് ഓർമ്മയുണ്ടോ? ഇങ്ങനെ ചിരിക്കുകയാണ് എന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെ പറയുന്നത്. സത്യത്തിൽ ആ ഒരു ഇരിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നു. PP ദിവ്യ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നേരത്തെ തനിക്ക് അറിയാമായിരുന്നു PP ദിവ്യ ഇത്രയും കാര്യങ്ങൾ പറയുമെന്നുള്ള രീതിയിലാണ് കളക്ടർ അല്ലേ, പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ലാഞ്ചന പോലും കളക്ടറുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം കളക്ടർ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. IAS അസോസിയേഷൻ്റെതായ ഒരു സംരക്ഷണ കവചവും അരുൺ K. വിജയൻ്റെ ഒരു പ്രൊട്ടക്ഷനായിട്ട് തന്നെയുണ്ട്. അവർ പറയുന്നുണ്ട് അരുൺ K. വിജയനെ ക്രൂശിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്നുള്ളത്. അപ്പോൾ അരുൺ K. വിജയന് മാത്രം എന്തുകൊണ്ട്, ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വന്ന് നിൽക്കുകയാണ് നമ്മളല്ലേ, അരുൺ K. വിജയന് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംരക്ഷണം ഒരുങ്ങുന്നു? ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ, അതും ഒരു IAS ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ? PP ദിവ്യയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു? തീർച്ചയായിട്ടും PP ദിവ്യ അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല ഈ പ്രതിയാണ്. PP ദിവ്യ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിനോടകം അവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരു നിമിഷത്തിൻ്റെ ആവേശത്തിലാണെങ്കിലും കരുതിക്കൂട്ടിയുള്ളതാണെങ്കിലും അവർ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സംരക്ഷണ കവചം എന്ന് പറയുമ്പോൾ അരുൺ K. വിജയൻ പല ആരോപണങ്ങളുണ്ടല്ലോ അല്ലേ, ഭൂമാഫിയുടേത് ഉൾപ്പെടെ ബിനാമി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. P. ശശിയുടെ പേരിടയ്ക്ക് ഇത് കൂടെ ചേർത്ത് വായിക്കുന്നുണ്ട്. ചേച്ചി നേരത്തെ, ചേച്ചി എന്ന് ഞാൻ അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്, എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു മാധ്യമപ്രവർത്തക കൂടി ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്, ക്ഷമിക്കുക. അപ്പോൾ ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ CPM ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നു എന്ന് പറയുകയാണ്. ഈ ദിവ്യയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ എല്ലാവരും പറയുന്നു, ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്, ദിവ്യയെ സംരക്ഷിച്ചു, ദിവ്യയെ ഒളിവിൽ പോകാനൊക്കെ CPM സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പറച്ചിലാണ്, അത് എത്രത്തോളം ശരിയായി എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ KK ശൈലജ ടീച്ചറിന് ശേഷം ഇനി കണ്ണൂരിൽ നിന്ന് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് PP ദിവ്യ എന്ന പേരായിരുന്നു അവിടെ ഉയർന്നു കേട്ടത്. കാരണം പടിപ്പടിയായി വളർന്നു വന്ന ഒരു കരുത്തയായ സ്ത്രീയാണ് അവർ, അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ വെട്ടിവീഴ്ത്തുക എന്നുള്ളത്, വളർന്നു കയറുമ്പോൾ വെട്ടിവീഴ്ത്തുക എന്നുള്ളത് CPM-ന്റെ ഒരു രീതിയാണ്.
ആ രീതി ഇപ്പോൾ ജയിക്കാൻ വേണ്ടി VS അച്യുതാനന്ദനെ കൊണ്ട് നടന്നതിന് ശേഷം ജയിച്ചു കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ തൂത്തെറിഞ്ഞ പാർട്ടിയാണിത്. അപ്പോൾ അത്തരത്തിൽ കുറേ പേരെ രക്ഷിക്കാനായി ദിവ്യയെ മാത്രം മുൻനിർത്തി കൊടുത്തത് കൊണ്ടാണോ ദിവ്യ തനിക്ക് ഗോഡ് ഫാദർ ഇല്ല, കറിവേപ്പിലയാക്കി തന്നെ കളഞ്ഞു എന്ന് പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ ധന്യ, അപ്പോഴും ഈ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നവീൻ ബാബുവിനെതിരെ ആ ഒരു യാത്രയപ്പ് ചടങ്ങിലേക്ക് കയറി വന്ന് സംസാരിച്ചത്. വ്യക്തിപരമായി PP ദിവ്യയ്ക്ക് അതുകൊണ്ടുണ്ടായ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ബിനാമി ഇടപാടുകൾ കൊണ്ടുണ്ടായ ആനുകൂല്യങ്ങൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യമേ ഇല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു ദിവ്യയുടെ സംസാരം എന്നുള്ളതാണോ നമ്മൾ സംശയിക്കേണ്ടത് എന്നുള്ളതാണ്. തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എനിക്ക് കാരണം അതിൽ ദിവ്യ പറഞ്ഞൊരു വാക്ക് നമ്മുടെ AP അഹമ്മദ് മാഷ് ഉൾപ്പെടെ ഇവിടെ പറഞ്ഞ ഒരു വാക്കാണ്. എനിക്ക് തോന്നുന്നു ABC ആണ് ആ വേർഡ് ആദ്യമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. സിവിൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ദിവ്യ ആ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കെന്ന് പറയുന്നത് നിസ്സാര വാക്കല്ല. ഒരു രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് ആരും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ദിവ്യയാണ് ആദ്യമായി ആ വാക്ക് ജനങ്ങളുടെ മുന്നിലേക്ക്, അതിനുശേഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ആ വാക്കാണ് സിവിൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിവിൽ ഡെത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സംഭവിക്കാൻ വളരെ സമയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ ആ പ്രസംഗത്തിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിൽ ദിവ്യ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ട് എന്നുള്ളത് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല 2 ദിവസത്തിന് ശേഷം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയന്നാണോ, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ദിവ്യ പുറത്തുവിടാനിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഭയന്നാണോ നവീൻ ബാബു ഇത് ചെയ്തത്? പക്ഷെ നവീൻ ബാബുവിൻ്റെ കുടുംബം ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ സമീപിക്കുമെങ്കിലും ഒരിക്കൽ പോലും ദിവ്യക്കെതിരെ ആഞ്ഞടിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അവർ തുടക്കം മുതൽ പറയുന്നത് കളക്ടറെ കുറിച്ചുള്ള ആരോപണങ്ങൾ മാത്രമാണ്. അത് ശ്രദ്ധിച്ചായിരുന്നു? അതെ അതെ, അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെയാണ് ഈ സംശയത്തിന്റെ ഒരു നിഴലിൽ നിർത്തുക അന്വേഷണത്തെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കുക എന്നുള്ള രീതിയിലാണ് നവീൻ ബാബു തന്റെ ഓഫീസിലേക്ക് വന്നത്. തനിക്ക് തെറ്റുപറ്റിപ്പോയി, പക്ഷെ അത് എന്തുകൊണ്ട് നവീൻ ബാബു അത് അങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യത്തിനൊന്നും കളക്ടർ തൃപ്തികരമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതും ആ സമയത്ത് ചർച്ചയായതാണ്. അതെ അതെ, ഈ ഒരു സ്ത്രീ എന്ന നിലയിൽ, കാരണം ആ കരുതൽ കൊടുത്താണ് കോടതി ജാമ്യം കൊടുത്തത്, സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടു, അപഹാസ്യയാക്കപ്പെട്ടു, അങ്ങനെ തോന്നുന്നുണ്ട്. ഒരുപാട് വർഷത്തെ ഈ മാധ്യമരംഗത്തെ ഈ പരിചയം വെച്ചിട്ട് ഒരുപാട് വാർത്തകൾ കൈകാര്യം ചെയ്ത നിലയിൽ ഒരുപാട് പേർക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, വാർത്ത വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ഇവരെ ഈ ഒരു തരത്തിൽ സമൂഹം അത് തന്നെ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം സത്യത്തിൽ PP ദിവ്യ തന്നെയാണ് ഒരുക്കിയത്, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെയാണ് അവരുടെ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനമാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പാർട്ടിയിൽ വളരെ കഴിവ് തെളിയിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഒരു സ്ത്രീ ഇത്തരത്തിൽ അല്ലെ വളരെ ചുറുചുറുക്കോടെയും ചുണയോടെയും നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ബഹുമാനിത തന്നെയായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഒരിക്കലും PP ദിവ്യ അത്തരത്തിലൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതിന് അർഹിക്കുന്നത് അവർ കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാലാണ് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ സമൂഹം എങ്ങനെയൊക്കെയാണ് അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെയും കയ്യിലിരിക്കുന്ന കാര്യമല്ല, അല്ലേ? പല രീതിയിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെയുള്ള അവരുടെ അഭിമാനത്തെ, അല്ലെങ്കിൽ അവരുടെ കുടുംബം പോലും തലതാഴ്ത്തി പോകുന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. ദിവ്യ താൻ ഏത് പാർട്ടിയിലാണ് എന്നുള്ളതൊരു ആവേശത്തിനപ്പുറം കുറച്ച് കരുതലോടെ ഈ പറഞ്ഞ പോലെയാണ് ചിന്തിച്ച് പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളായാലും ആ ഒരു സ്ഥാനത്ത് നമ്മളങ്ങനെ നിന്നു കൊടുക്കാൻ പാടില്ല, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണെങ്കിലും കുറച്ചൊരു അച്ചടക്കത്തോടെയും, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പദവിക്കോ ചേരുന്ന ഒരു മാന്യതയ്ക്കനുസരിച്ച് വിവേചന ബുദ്ധിയോടെ പെരുമാറണം. അത് PP ദിവ്യ ചെയ്തില്ല, അതിനുള്ളതാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും വരും ദിവസങ്ങളിൽ അരുൺ കെ വിജയന്റെ ഒക്കെ സാന്നിധ്യം ഈ കേസിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ.